അപ്പൊ നമ്മുടെ ഫസ്റ്റ് ദിവസം കഴിഞ്ഞല്ലേ? ഇനി അടുത്ത മൺഡേ പോയാ മതി അല്ലേ? സോക്സ് അകത്ത് പോയിട്ട് ഊരാട്ടോ നമുക്ക്. അപ്പൊ ബൈ പറ. മമ്മതേ ഒന്ന് ഇന്ന് ഫസ്റ്റ് ഡേ ആണാ? അടിച്ചു പൊളിക്കോ? കരയോ? ഉറപ്പാണാ? പോലെ പോലെ ബിന്ദു ചേച്ചി അവിടേക്ക് പഠിക്കണോട്ടാ. അവിടെ പോയിട്ടേ അബിയുടെ പഴയ ടീച്ചർമാരുണ്ടാവും. അബിയുടെ പേരിന് കോട്ടം തട്ടുന്നൊന്നും ചെയ്യരുത് കേട്ടാ. അത് നല്ല കുട്ടിയായിട്ടിരിക്കണം. അബിയുടെ മോനാണെന്ന് പറയിപ്പിക്കണം. ഓക്കെ? അതൊന്നും കുഴപ്പമില്ല. അവിടെ ആന്റിമാരുണ്ട്. മമ്മ ടോയ്ലറ്റിൽ പോണെങ്കിൽ ആന്റിമാരടുത്ത് പറയണം കേട്ടാ. എന്താ നിന്റെ മൂത്ത്? ടീച്ചർമാരുടെ അടുത്ത് പറഞ്ഞാൽ മതി. മേ ഗോ ടു വാഷ്റൂം എന്ന് പറഞ്ഞാൽ മതി കേട്ടാ. യെസ്. അടക്ക് പതുക്കെ ലാസ്റ്റ് വരാം. കേറ്. കേട്ടാ. ഹായ് മമ്മ. എടാ ഇറങ്ങി വാ വേഗം. ബാഗൊക്കെ ഇവിടെ നിങ്ങളുടെ നിന്റെ ബാഗ് ഒരാളുടെ ബാഗ് തരാം. കഴിഞ്ഞില്ലേ? അവിടേക്ക് മമ്മടെ ബാഗ് ഇട്. എന്നിട്ട് നീ വലിയ താത്തത്തെ കണ്ട ഇതൊക്കെ തുറന്നെല്ലാം കളഞ്ഞല്ലേ? ഇത് അടച്ച നീ പറഞ്ഞില്ല. അപ്പൊ നീ നിക്കട. ഇത് പൂട്ടറാ, ഈ സിബ് പൂട്ടറാ. നീ ഇനി ബാഗ് ഇട്. അമ്മതെ സ്കൂളിൽ പോയിട്ട് എങ്ങനെയുണ്ട്? കരഞ്ഞ നീ? നീ കരഞ്ഞ? സത്യം പറ. നീ എന്താ മറ്റേ രജനീകാന്ത് സ്റ്റൈലിൽ തുറന്നിട്ടെങ്ങനെന്താ കോട്ട്? ചൂടെടുത്തിട്ടാ? അമ്മ എന്താണ് ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? പതുക്കെ വാ, അവിടെ നിക്ക്, ചോദിക്കട്ടെ. പതുക്കെ വാടാ. അവൻ കാണിച്ചോളൂ. ഫസ്റ്റ് ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിൽ ചെന്നിട്ടാ? ഫസ്റ്റ് ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു പറ. അടിപൊളിയായിരുന്നാ? സ്കൂളൊക്കെ ഇഷ്ടപ്പെട്ടാ? നാളെ 2 days സ്കൂളില്ല. മമ്മതിന്റെ ഫസ്റ്റ് ഡേയും കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഞാൻ പഠിച്ച അതേ സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നത്. എന്നെ പഠിപ്പിച്ച അതേ ടീച്ചർമാരെയാണ് പഠിപ്പിക്കുന്നത്. കുറേ പേരൊക്കെ ഉണ്ടാ. അതായത് എന്നെ പഠിപ്പിച്ച ടീച്ചർ നിങ്ങളുടെ പ്രിൻസിപ്പളാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെക്കാളും അറ്റൻഡൻസ് എൻ്റെ ഗാർഡിയൻസിനായിരുന്നു.
ഹിസ്റ്ററി റിപ്പീറ്റ്സ് അല്ലേ? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. എന്താ പറയുക, 10 കുത്തിയാൽ അറിയാലോ.